ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. കുറേ ദിവസമായി ഞാൻ നല്ല മഴയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കുറേ പറയാനുണ്ട്, പക്ഷേ എനിക്കൊരു ചാൻസും കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എന്താ പറയുക, രാവിലെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ്. ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗമാണിത്. ഒക്കെ ഞങ്ങൾ എന്താ പറയുക, പാടമാണ്. നല്ലൊരു കോങ്കുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, നല്ലൊരു കോങ്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഡെയിലി എന്താ ചെയ്യും, ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് ഉള്ളത്, ഭക്ഷണം ചോറ് ബാക്കിയൊക്കെ ആയതാ, അങ്ങനെ കുറേ നമ്മളെ പച്ചക്കറി തോൽച്ചതൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. അപ്പോൾ ഇത് വീട്. അപ്പോൾ വീടിൻ്റെ ബാക്കത്തെ ഭാഗമാണത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പൈപ്പുണ്ട്. ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ മക്കളൊക്കെ പല്ല് തേക്കും. കാരണം രാവിലെ നീച്ചിട്ട് നല്ലൊരു സീനിയറാണ് നമ്മൾ കാണുന്നത് കണ്ണിക്ക്. അപ്പോൾ എന്തായാലും രാവിലെ നീച്ചുമ്പോൾ തന്നെ ഈ കണ്ടില്ലേ, കുറേ പക്ഷികൾ വച്ചപ്പാടുണ്ട്. ഇവിടെ പല എന്താ പറയുക, പ്രാണികൾ വരാറുണ്ട് രാത്രി സമയത്ത്. രാവിലെ ഒക്കെ ഞാൻ നീച്ചോടനെ ഇവിടെ കാണാറുണ്ട്. പിന്നെ എന്താ പറയുക, മയിലും കുറുക്കന്മാർ, പിന്നെ എന്താ പറയുക, ഈ കാട്ടുപൂച്ച ഉണ്ടാവില്ലേ, കാട്ടുപൂച്ച ഒക്കെ ഞാനിവിടെ കാണാറുണ്ട്. അങ്ങനെ ഇവിടെ ചെറിയൊരു ചാൽ കൂടി ഉണ്ട്, ചെറിയൊരു ചാലം. കാരണം ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് പിന്നെ ഒരു എന്താ പറയുക, ഒരു കുളമുണ്ട്. ആ കുളത്തെ വെള്ളമാണ് ഇത് കൂടി കുറച്ച് പാസ്സായിട്ട് ഈ തോട്ടക്കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്തു, ഇന്ന് രാവിലെ നീച്ചുടനെ ഞാൻ ഇവിടെ ഒരു ആമനെ കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ആമ ഉണ്ട്. ആമ മീൻസ് ടോട്ടോയ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഞങ്ങളിവിടെ ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ടോട്ടോയ്സും, ഇന്ന് തന്നെ ഞാൻ ടോട്ടോയ്സ് കണ്ടത് കേട്ടോ. ഇതിൻ്റെ മുമ്പ് 2 കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എനിക്ക് അന്ന് നേരെ ഇല്ലേനു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ടോട്ടോയ്സ് കണ്ടു. ഈ ടോട്ടോയ്സിന് ഞാനിപ്പോൾ കണ്ടോ, അപ്പോൾ അത് ഭക്ഷണം തിരഞ്ഞിട്ടാണ് ഇവിടെ വന്നത് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം മഴക്കാലത്ത് അവർ മുട്ടൊക്കെ ഇടാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ടായിക്കാരം ഇത് ഇങ്ങനെ എന്താ പറയുക, പാടത്ത് കൂടി വെള്ളം ഒക്കെ, പാടും വെള്ളമൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്ത് ഇറങ്ങിക്കുന്നു തോന്നുന്നുണ്ട്. കണ്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണ്ടാൽ മാതിരിയല്ല. ഇതിനെ പിടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പിടിക്കണം. ഇത് എന്തായാലും ഞാനിപ്പോൾ പിടിച്ചിട്ട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഇട്ടാൽ നമുക്ക് അടുത്ത കൊല്ലം ആകുമ്പോൾ തന്നെ അതിന് ഒരുപാട് മുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് രസമല്ലേ. രാവിലെ തന്നെ നീച്ചിട്ട് അതിൻ്റെ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുമ്പോൾ നമുക്കൊരു വ്യൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇതിന് പാടത്ത് എവിടെ ഇതിൻ്റെ സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ ഞാനിതിന് പിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓൾറെഡി എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, ഒന്ന് ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടോ, എൻ്റെ സൗണ്ടാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പുറത്ത് തലയിട്ടിട്ട് പിന്നെ ഉള്ളിക്കാണ് തലയെടുക്കുന്നത്. പിന്നെ കുറേ അതിൻ്റെ അവിടെ എന്താ പറയുക, നമ്മളെ ഈച്ച ഒക്കെ ഉണ്ട്, ഉറുമ്പൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിക്കാരം പേടിക്കുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ആമല്ലേ. കണ്ടോ, നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ, ഒരുപാട് സന്തോഷമല്ലേ. പ്രത്യേകം ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, അത് തലയിട്ടിട്ട് അത് പോവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു പേടിയാണ്. എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് അത് ഓൾറെഡി, അതുകൊണ്ട് പേടിയാണ്. നമുക്ക് പോവാൻ നോക്കാം കേട്ടോ. അത് സോ ഗൈസ്, ഇത് പോകുന്നൊന്നുമില്ല, പോകാൻ നോക്കുന്നുണ്ട്. ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ എനിക്ക് കിട്ടുമോ അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ എന്താ പറയുക ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ പിടിക്കാൻ പോകുന്നുണ്ട്. പിടിച്ചിട്ട് നമ്മൾ എന്താ പറയുക കണ്ടോ ഇങ്ങനത്തെ ഒരു ആമ, വലിയ ആമാനെ ഇപ്പോൾ കണ്ടില്ലേ. അത് എന്താ പറയുക അതിൻ്റെ ഇത് തലയൊക്കെ ഉള്ളിലിട്ടിട്ടുണ്ട് കണ്ടോ. ഉള്ളിൽ ഇങ്ങനെ ഇടും. എന്നെ കാണുമ്പോൾ ഉള്ളിലിടും. ഞാൻ കാണാത്തപ്പോൾ എൻ്റെ സൗണ്ട് ഇല്ലാത്തപ്പോൾ പുറത്തിടാനാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് ഞാൻ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സോ ഗൈസ് ഞാൻ ഇവിടെ ഇതിന് പിടിക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഞങ്ങൾ കിണറ്റിൽ ഇടാൻ പോകുന്നു, ഇതിൽ കുളത്തിൽ ഇടണം വിചാരിച്ചിട്ടാണ്. കാരണം അടുത്ത കൊല്ലം നമുക്ക് കാണാൻ മുട്ടൊക്കെ ഇട്ട വീറിന് ശേഷം നമുക്ക് കുട്ടികളെ കാണാം. കണ്ടോ പേടിയുണ്ട്, ചെറുതായിട്ട് എനിക്ക് പേടിയുണ്ട്. കണ്ടോ നല്ല പേടി. ഇത് ഇപ്പോൾ പിടിക്കുമ്പോൾ തന്നെ ഇത് ഉള്ളിൽ കൂടി വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതാ ഇതിൻ്റെ മുഖം, തലയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തല പുറത്തിടും അത്. അപ്പോൾ ഇത് ആമനെ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താ പറയുക പേടി എന്താ പറയുക അത് ഒന്നും ചെയ്യൂല പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടുണ്ട്. കണ്ടോ നല്ലൊരു ആമാനെ. സോ ഗൈസ് ഞാനിപ്പോൾ ഇതിന് വെള്ളത്തിലിടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചുമര ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങളെ ഇവിടെ വേസ്റ്റൊക്കെ കളയാനുള്ള ഒരു സ്ഥലമാണ്. വലിയൊരു ചുമരമുണ്ട്, മതിലുണ്ട്. അപ്പോൾ ഈ മതിൽ ചാടിയിട്ടാണ് ഞാൻ അടിയിൽ വന്നത്. അപ്പോൾ അതിനവിടെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ രാവിലെ മോർണിംഗ് നീച്ചോടനെ പല്ലൊക്കെ തേച്ചിട്ട് ഇവിടുന്ന് നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഉള്ളിൽ കയറും. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ പക്ഷികളെ സൗണ്ട് കേട്ടോ, കുറേ പക്ഷികളും പിന്നെ കുറുക്കന്മാർ എല്ലാം ഇവിടെ കാണാൻ നമുക്ക് കിട്ടും. നല്ലൊരു ഭാഗ്യമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുമ്പോൾ. കണ്ടോ ഇങ്ങനത്തെ ഞങ്ങളെ വീടിൻ്റെ ചുറ്റ ഭാഗത്ത് നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ കണ്ടോ ഇവിടെ തന്നെ നമ്മൾ വെള്ളം പോകാനുള്ള സ്ഥലം നേരത്തെ കാണിച്ചു തന്നത് അതാണ്. കണ്ടോ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ ഇതിന് മേലെ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ എന്താ പറയുക ആ വെള്ളത്തിൽ നമുക്ക് വിടാം കേട്ടോ. സോ ഗൈസ് ഞാൻ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. ഇത് കിണറുണ്ട്. കിണറ്റിൽ വിട്ടാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ കുളമുണ്ട്. കണ്ടോ വലിയൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൽ ഞാനതിനെ ഇടാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിനെ എടുത്തു. ഞാൻ ബക്കറ്റിൽ ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ എടുത്തു. അപ്പോൾ പാവം അതിൻ്റെ തലയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അത് ഉള്ളിൽ മുണ്ടാതിരിക്കും, വന്ന് പുറത്ത് വരാൻ നോക്കുന്നില്ല. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ കുറച്ച് ഹൈറ്റാണ് ഇത്. നമ്മളെ കുളം കുറച്ച് ഹൈറ്റുണ്ട്. കാരണം അതുകൂടി വന്നിട്ട് വീടിൻ്റെ ബാക്ക് കൂടി വന്നിട്ട് ഈ കുളത്തിൽ ഇടാൻ പറ്റില്ല. കാരണം ഈ കുളത്തിൻ്റെ ചുറ്റ ഭാഗത്ത് ഒക്കെ എന്താ കാട് പൊന്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റ ഭാഗത്ത് കാട് പൊന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് എന്താ പറയുക കുറേ മേൽക്കൂടി ഇടാൻ പോകുന്നുണ്ട്. അതിന് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതിൻ്റെ ഈ മേലത്തെ ഭാഗം ഭയങ്കര ഉറപ്പാണിത്, ഭയങ്കര ഉറപ്പുണ്ടാവും. അപ്പോൾ ഇതിന് ഒന്നും സംഭവിക്കില്ല. അത് ഞങ്ങൾക്ക് കാണാട്ടോ. വെള്ളത്തിൽ ഇടുമ്പോൾ അത് എങ്ങനെ പോകും നമുക്ക് കാണാം. നമുക്ക് അടുത്ത കൊല്ലം ഇതേമാതിരി ഇതിന് മുട്ടൊക്കെ വിടുമ്പോൾ നമുക്ക് കുട്ടികൾ കൂടുതലാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഒന്നും കൂടി വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. അടുത്ത കൊല്ലം വരെ ഉണ്ടാവും, നമുക്ക് നോക്കേണ്ടി വരും. കണ്ടോ ഞാൻ ഇങ്ങനെ ഇതിനെ പിടിച്ചിട്ട് അപ്പോൾ വെള്ളത്തിൽ ഇടാൻ പോകുന്നുണ്ട്. കണ്ടോ വെള്ളത്തിലിട്ടു. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ അത് അടിയിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. അടിയിൽ കൂടി പോകുന്നുണ്ട്, കാണുന്നില്ല. കാരണം കണ്ടോ ഇതിൽ കാണാൻ പറ്റും തോന്നുന്നില്ല. ഫോണിൽ ഇത്ര അടുത്ത് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ അത് കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ കാണാതായി. കാരണം വേഗം വെള്ളത്തിലിടുമ്പോൾ അത് ഉള്ളിൽ പോയി. കാരണം അതിന് പുറത്ത് വന്നിട്ട് വെള്ളമൊന്നും കിട്ടായിട്ട് അതിന് ബുദ്ധിമുട്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ പാവം അതിന് ഞാൻ വിട്ടു കൊടുത്തു. എന്തായാലും അത് ജീവിച്ചോട്ടെ വിചാരിച്ചിട്ട്. ഓക്കെ ഗായ്സ്, ഇങ്ങനെ നമുക്ക് എന്താ പറയുക ചാൻസ് കിട്ടിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെ വീഡിയോ എടുക്കാം കേട്ടോ.
ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോകൾ കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നല്ലോണം ഒരു മഴയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശേഷം നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ ഇതേമാതിരി ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.